ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിഖിൽ പ്രഭുവുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചാബ് എഫ്.സിയുടെ സെൻറ്റർ ബാക്ക് നിരയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ താരമാണ് നിഖിൽ പ്രഭു. 24-കാരനായ താരം മികച്ച പെർഫോമൻസാണ് കഴിഞ്ഞ ദിവസത്തിൽ കാഴ്ചവെച്ചത്. അതുതന്നെ പല മികച്ച ടീമുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ താരത്തിന് സാധിക്കുകയുണ്ടായി. നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം വരാൻ ചാൻസ് ഉണ്ട് എന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓഫർ താരം നിരസിച്ചും എന്നും പല ഓഫറുകൾ വന്നിരുന്നു റിപ്പോർട്ടിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ സമർപ്പിച്ചെന്നും നിലവിൽ താരം അത് റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ താരം റിജക്റ്റ് ചെയ്യുന്നെന്ന് പല റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഇത് ഫോൾസ് ആണെന്നാണ് പറയുന്നത്. നിലവിൽ താരത്തിൻ്റെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ താരം എങ്ങോട്ട് പോകുമെന്ന നിലയിൽ താരം കൺഫേം ചെയ്തിട്ടില്ല. നിഖിൽ പ്രഭു പഞ്ചാബ് എഫ്.സി വിടുന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞതിൽ താരത്തിന് പിന്നാലെ 4 ISL ക്ലബ്ബുകളാണ് രംഗത്തുള്ളത്. മുംബൈ സിറ്റി എഫ്.സി, ഈസ്റ്റ് ബംഗാൾ എഫ്.സി, ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി എന്നീ ടീമുകളാണ് ഇവ 4 ഇതിൽ നിലവിൽ താരത്തിനെ സൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ റേസിൽ മുന്നിൽ നിൽക്കുന്നത് മുംബൈ സിറ്റി എഫ്.സി ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ നൽകുകയും എന്നാൽ താരം അത് റിജക്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ താരം തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കണ്ടതിന് അറിയാൻ നിഖിൽ പ്രഭു ഏത് ടീമിൽ കളിക്കുമെന്ന്. താരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ 1.6 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള 24-കാരനായ താരം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മാത്രമാണ് കളിക്കുന്നത്. ISLൽ മികച്ച പെർഫോമൻസാണ് ISLിലുടനീളം താരം കാഴ്ചവെച്ചത്. താരം പഞ്ചാബ് എഫ്.സിക്ക് പുറമെ ഒഡീഷ എഫ്.സി, ഗോവ, ഹൈദരാബാദ് എഫ്.സി എന്നീ ടീമുകൾക്ക് വേണ്ടിയും പന്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടതിന് അറിയണം പ്രായം കുറഞ്ഞ 24-കാരനായ നിഖിൽ പ്രഭുവിനെ ഏത് ടീമായിരിക്കും ISL സ്വന്തമാക്കുക എന്ന്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം വരുമോ എന്ന് കണ്ടതിന് അറിയണം. അപ്പോൾ വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിന് ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. അപ്പോൾ ടുഡേ വീണ്ടും കാണാം.